അതുപോലെ എവിടെ അഭിപ്രായം പറയാനും തീരുമാനമെടുക്കാനും കഴിയില്ലാത്തുള്ള സ്ത്രീകൾ അതുപോലെ 90% സംവരണം ആവശ്യമില്ല എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല എന്ന് നമുക്കറിയാം. പക്ഷേ ജനസംഖ്യയിൽ നിന്നും പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീകളാണ്. മനുഷ്യർ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളിലും ഇതേ അവസ്ഥയാണ്. സാമൂഹിക വളർച്ചയുടെ പല ഘട്ടങ്ങളിലും നമുക്കറിയാം ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ അല്ലെങ്കിൽ ആ മറ്റൊരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന്റെ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നു വന്നിട്ടുള്ളത്. ഇത്തരം ശ്രമങ്ങള് ഇന്ന് തുടരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് സമൂഹത്തിന്റെ മൊത്തം വളർച്ചയെ മുന്നോട്ട് നയിക്കുന്നതിന് സഹായകരമല്ല. സമൂഹത്തിന് വളർച്ചയോട് ഉദ്ദേശിക്കുന്നത് ഒരു വിഭാഗത്തിന് മാത്രം വളർച്ച എന്നല്ല. അതിനാലാണ് ലോകമെമ്പാടും എതിരെ ആശ്ര വിഭാഗത്തിനെതിരെ അടിമവർഗത്തിനെതിരെ ഒക്കെ ഉയർന്നു വന്ന അടിച്ചമർത്തലിനെതിരായി നിരവധി കലാപങ്ങളും പ്രക്ഷോഭങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. ആ ചരിത്രമാണ് ഇതുവരെയുള്ള ലോകചരിത്രത്തിൽ നമുക്ക് പരിശോധിച്ചാൽ അറിയാൻ കഴിയും. അധികാരി വർഗം ദുർബലജന വിഭാഗങ്ങളെ അധികാരത്തിന്റെ 4 അയലത്തിൽ നിന്നും അകറ്റി നിർത്താനാണ് ഇന്ന് ശ്രമിച്ചിട്ടുള്ളത്. ഈ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ മാത്രമേ സ്ത്രീ സംവരണത്തിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ അധികാര പങ്കാളിത്തം സംബന്ധിച്ച പ്രശ്നങ്ങളിലും ശരിയായ വിധത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് കഴിയും. ദുർബല ജനവിഭാഗങ്ങൾ എക്കാലത്തിലും അധികാര പരിധിയിൽ നിന്നും പുറത്തു തന്നെയായിരുന്നു. അടിമോടമ കാലഘട്ടത്തിലാണെങ്കിലും ജന്യനാടുകാരി ഭരണകാലത്താണെങ്കിലും അവിടെ നിന്നങ്ങോട്ടെ രാജഭരണകാലത്താണെങ്കിലും ഇപ്പോൾ ജനാധിപത്യ ഭരണ സംവിധാനത്തിലൊക്കെ ഇതിൽ നിന്ന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്ന അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി നമുക്ക് കാണാൻ കഴിയും. സ്ത്രീകളായതുകൊണ്ടല്ല അധികാരസ്ഥാനത്തിൽ സ്ത്രീ ഒഴിവാക്കപ്പെടുന്നത്. പക്ഷേ മുൻപ് സൂചിപ്പിച്ച പോലെ സമൂഹത്തിലെ ദുർബലത സ്ഥാനം തന്നെയാണ് സ്ത്രീകൾക്കുള്ളത്. അത് സ്വത്ത് പങ്കുവയ്ക്കുന്ന കാര്യത്തിലാണെങ്കിലും സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിനാണെങ്കിലും തൊഴിൽ മേഖലയിലാണെങ്കിലും തീരുമാനമെടുക്കുന്ന വേദികളിലൊക്കെ തന്നെ സ്ത്രീകൾ പുറത്തു തന്നെയായിരുന്നു. അവരുടെ അഭിപ്രായങ്ങളോ തീരുമാനങ്ങളോ അതൊന്നും പരിഗണിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള പ്രാപ്തിയില്ല എന്നാണ് സമൂഹം കണക്കാക്കിയിരിക്കുന്നത്. ജനാധിപത്യത്തിന്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ ദുർബല ജനവിഭാഗങ്ങൾ കുറെയൊക്കെ അധികാരത്തോട് അടുത്തു വന്നപ്പോഴും സ്ത്രീകൾക്ക് വോട്ടവകാശം കൊടുക്കാനുള്ള തീരുമാനം പോലും ഏറെക്കാലം കഴിഞ്ഞാണ് പല രാജ്യങ്ങളിലും നടപ്പിലാക്കിയത്. ഈ പശ്ചാത്തലത്തിലാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളിലേക്ക് മരവോടെ അടിച്ചമർത്തപ്പെട്ട ശബ്ദം പരിഗണിക്കുന്ന ഒരു മാറ്റം സമൂഹത്തിൽ ഉണ്ടായത്. ഇതിനെ തുടർന്നായ ദുർബല ജനവിഭാഗങ്ങളുടെ ശബ്ദം പൊതുവെ ധാരയിലേക്ക് ഒരളവോളം തന്നെ കടന്നു വന്നിട്ടുള്ളത്. എങ്കിൽ പോലും സമൂഹത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങളും അതുപോലെ തന്നെ സ്ത്രീകളും അപ്പോഴും പിന്നിൽ തന്നെ കഴിയാൻ വിധിക്കപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഇടപെടലോടുകൂടിയാണ് സ്ത്രീ ഉൾപ്പെടെയുള്ള പിന്നോക്ക ജനവിഭാഗങ്ങൾ മുഖ്യധാരയിലേക്ക് വന്നത്. അപ്പോഴും പിന്തള്ളപ്പെട്ടുകൊണ്ടിരുന്ന ദുർബല ജനവിഭാഗങ്ങളിൽ നിന്ന് സ്ത്രീ സമൂഹം പിന്നിൽ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. ഇപ്പൊ നമുക്കറിയാം, ശ്രീ ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്നത് അവര് സ്ത്രീ ആയതുകൊണ്ടല്ല വന്നത്, അല്ലെങ്കിൽ അവർക്ക് അംഗീകാരം കിട്ടുന്നത്. എന്നുവെച്ചാൽ സാമ്പത്തികമായി ഉയർന്ന സ്ഥാനങ്ങളിൽ നിൽക്കുന്ന സ്ത്രീകൾ പലപ്പോഴും അധികാര സ്ഥാനത്തേക്ക് വന്നിട്ട് ഇപ്പോ യുപിയുടെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമതി മായാവതി ദുർബല വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ അധസ്ഥിത വർഗത്തിൽപ്പെട്ടവരാണ് എങ്കിൽ പോലും അവരുടെ അധികാരത്തിൽ വന്നത് അവരുടെ സമ്പത്തുണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് എന്താ? നമ്മൾ കാണുന്നത് ഒരിക്കലും ദുർബല ജനവിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾ ഒരിക്കലും ഭരണ സംവിധാനത്തിലേക്കും ഭരണത്തിനോ വന്നിട്ടില്ല എന്നുള്ളത് ഒരു ശരിയായ ഒരു അവസ്ഥ തന്നെയാണ് നമുക്ക് വിലയിരുത്തൽ കാണാൻ കഴിയുന്നത്. ഈ വിഷയത്തെ ചിന്തിച്ചാൽ മാത്രമാണ് നമുക്ക് സ്ത്രീ സംവരണത്തിന്റെ പ്രസക്തി മനസ്സിലാവുകയുള്ളൂ. സംവരണ പരിഹാരം വന്നവരെല്ലാം ആദ്യകാലത്ത് തുടങ്ങിയതോ അല്ലെങ്കിൽ പുരുഷന്മാർക്കൊപ്പം നിൽക്കുന്നവരോ ആവണം എന്നില്ല. അങ്ങനെ വരുന്നവരെ പുരുഷന്മാർക്കൊപ്പം പ്രത്യേക പരിഗണന നൽകി മാത്രമേ പ്രാപ്തിയെടുക്കാനാവൂ. ഇത്തരത്തിലെല്ലാം പരിഗണിക്കുമ്പോഴാണ് 50% വരുന്ന പിന്നോക്ക കഴിയുന്ന സ്ത്രീകളെ പഠന സംവിധാനത്തിലേക്കും മുഖ്യധാരയിലേക്കും കൊണ്ടുവരുമ്പോൾ സംവരണ പരിഗണന നൽകേണ്ടി വരുന്നത്. അവരുടെ പ്രാപ്തിക്കുറവോ കാര്യശേഷി ഇല്ലായ്മകളോ അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളോ ഒന്നും ഈ കാര്യത്തിൽ ഒരു തടസ്സമായി നിന്നുകൂടാ. അധികാര പങ്കാളിത്തം ബോധപൂർവ്വം നൽകിക്കൊണ്ട് മാത്രമേ സമൂഹത്തിലെ ഈ ദൗർബല്യം പരിഹരിക്കപ്പെടുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം, ഇപ്പോ നമ്മുടെ കേരളത്തിലെ ഇപ്പോൾ CSന്റെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, ആ ഗവൺമെന്റ് നമ്മുടെ കേരളത്തിൽ
എടുക്കാൻ കഴിയും? അഴിമതിയില്ലാത്ത ഒരു ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? ജനങ്ങൾക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള പ്രാപ്തി അവർക്കുണ്ടോ എന്നെല്ലാം സംശയിച്ച ആളുകളുണ്ട്. അതുപോലെ തന്നെ അതിന്റെ അഭിപ്രായം പറഞ്ഞ ആളുകളുണ്ട്. പക്ഷേ നമുക്ക് കഴിഞ്ഞ 5 വർഷക്കാലം കാണാൻ കഴിഞ്ഞത് ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും കോർപ്പറേഷനിലാണെങ്കിലും മുനിസിപ്പാലിറ്റികളിലാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിലും ഗ്രാമപഞ്ചായത്തിലാണെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ സ്ത്രീകൾ ആ ചെയർമാൻ സ്ഥാനത്ത്, മേയർ സ്ഥാനത്ത് അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരാക്കി ഇരുന്നുകൊണ്ട് അവർ നടത്തിയ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ അവരുടെ ഭരണ സംവിധാനങ്ങളും ആ നടപ്പിലാക്കിയ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ പല ആളുകളും ഉണ്ടാക്കിക്കൊണ്ടുവന്ന ആശങ്ക സ്ഥാനത്തായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ BSന്റെ നേതൃത്വത്തിലുള്ള ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, ആ ഗവൺമെന്റ് കൊണ്ടുവന്ന സ്ത്രീ സംവരണം അത് ആ ഉറപ്പുവരുത്തിയതിലൂടെ ഈ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടമാണ്, അല്ലെങ്കിൽ ഒരു കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കി എന്നുള്ളത് ഒരു സത്യമാണ്. ഇത് ഇന്ത്യക്ക് ആകെ മാതൃകയാകുന്ന ഒരു തീരുമാനമായിരുന്നു. ഇവിടെ ഇപ്പോ UDFന്റെ നേതാക്കന്മാരെല്ലാം പറഞ്ഞു അത് രാജീവ് ഗാന്ധിയുടെ സ്വപ്നമായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഞങ്ങൾ നടപ്പാക്കാൻ പോകുന്നെന്ന് പറഞ്ഞെങ്കിൽ പോലും ഇന്ത്യയിലെ എവിടെയെങ്കിലും ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് പറയാൻ അവർക്ക് കഴിയില്ല. ആകെ കേരളത്തില് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിച്ചിട്ടുള്ള കേരളത്തിലും ത്രിപുരയിലൊക്കെ മാത്രമാണ് ഈ 50% സംവരണം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു നേട്ടമാണ് കാണുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോ തദ്ദേശ സ്ഥാപനത്തിന്റെ പടികടന്ന് നിയമനിർമ്മാണ സഭകളായ നിയമസഭകളിലും ഈ അവകാശം സ്ഥാപിച്ചെടുക്കുന്നതിന് ആവശ്യമായ നിയമനിർമ്മാണം നടത്തുന്നതിന് ഇടതുപക്ഷ മുന്നിലുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർബന്ധമില്ല. അത് നമുക്ക് ആ പാർലമെന്റില് പിന്നെ ആ ബില്ല് വന്നപ്പോ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കൊന്ന് കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾക്കെതിരായി UPA ഗവൺമെന്റിനെതിരായി ഒരു സമരം നടത്തി. ആ സമരം നടത്തിയപ്പോൾ അന്ന് ഞങ്ങൾ എറണാകുളത്ത് കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിന്റെ മുമ്പിൽ സമരം നടത്തിക്കൊണ്ടിരുന്ന ഒരു 15,000 മഹിളമാര് ആ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ ആ സമരത്തിന്റെ നടുവിൽ കൂടി അന്നത്തെ മഹിളാ കോൺഗ്രസിന്റെ നേതാവ് ഷാനിമോൾ ഉസ്മാന്റെ നേതൃത്വത്തിൽ ഒരു 10-12 സ്ത്രീകൾ വരുന്ന ഒരു ജാഥ, ഒരു രാഷ്ട്രീയ മര്യാദ പോലും കാണിക്കാതെ ഈ 50,000 ആളുമാരിരിക്കുന്ന കൂടി ജാഥ നടത്തി. മര്യാദ കൊണ്ടായി അന്ന് ആ സമരം കടന്നു പോകാനുള്ള ഒരു സ്ഥിതിവിശേഷം നമ്മളുണ്ടാക്കി. അവർ വിളിച്ച മുദ്രാവാക്യം ആ 33% സംവരണത്തിലെ ബില്ല്, ആ ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ച ജാഥ നടത്തിയത്. പക്ഷെ അങ്ങനെ ജാഥ നടത്തുമ്പോഴും പിന്നീട് എന്തുണ്ടായി എന്ന് പറയാൻ ഇന്ന് ഷാനിമോൾ ഉസ്മാൻ എന്ന് പറയുന്ന അഖിലേന്ത്യാ മഹിളാ കോൺഗ്രസിന്റെ നേതാവായി കഴിയുന്നില്ല. അത് പറ്റിക്കാൻ വേണ്ടി നമ്മുടെ സമൂഹ സ്ത്രീകളെ പറ്റിക്കാൻ വേണ്ടി ഈ വിധത്തിലുള്ള ചില അഭ്യാസങ്ങൾ കാണിക്കുന്നതല്ലാതെ സത്യസന്ധമായി ആ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച് ഇന്ത്യയിലെ പാർലമെന്റിലാണെങ്കിലും നിയമസഭകളിലേക്കാണെങ്കിലും ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത് 33% സംവരണത്തിൽ ഒതുക്കണമെന്നല്ല. ഞങ്ങൾ മഹിളാ അസോസിയേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ഇടതുപക്ഷ മഹിളാ പ്രസ്ഥാനങ്ങളാണെങ്കിലും CPM അടക്കം ഇടതുപക്ഷ പാർട്ടികളാണെങ്കിലും ആവശ്യപ്പെടുന്നത് 50% സംവരണത്തിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരാൻ കഴിയുന്ന ഒന്നായിട്ട് ഇതിനെ കാണണം എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ മുന്നോടിയായി ഇവിടെ 33% സംവരണമെങ്കിലും നൽകണമെന്നാണ് ഇന്ത്യ ഗവൺമെന്റിനോട് ഈ പ്രസ്ഥാനങ്ങൾ നടത്തി നമ്മൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇന്ന് ബഹുജന ജനവിഭാഗങ്ങളെ സംരക്ഷിക്കാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ആ നയങ്ങൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതുപോലെ BJP ആണെങ്കിലും അവർ തന്നെയാണ് തടസ്സമായി നിൽക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. UPA ഗവൺമെന്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചതെന്ന് ഭരിച്ചതല്ലാതെ അത് പാസ്സാക്കിയെടുക്കാനായിട്ട് ഇപ്പോഴും ആ സമരത്തിലും ആ ജില്ലാ പരിഷത്തൊന്നും വയ്ക്കുന്നില്ല, അജണ്ടയിൽ പോലും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത് ജനാധിപത്യ ഗവൺമെന്റ് 50% സ്ത്രീ സമരം ഉറപ്പുവരുത്തിയതിലൂടെ ഈ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടമാണ് നടത്തിയത്. അതില് ആകെ മതത്തിലെല്ലാം ഇന്ത്യക്ക് ആകെ മാതൃകയാകുന്ന ഒരു തീരുമാനമായിരുന്നു. പക്ഷെ ഇത് ഈ ഒരു തീരുമാനം വന്നപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള കുറെ ആളുകൾ എന്തെങ്കിലും സംശയമായിരുന്നു. നമ്മുടെ സ്ത്രീകൾക്ക് ഈ സ്ഥാനങ്ങളിലേക്ക് വന്നത് അഴിമതിയില്ലാതെ കാര്യപ്രാപ്തികളും തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമോ, അതിലേക്ക് വന്ന് തീരുമാനങ്ങൾ എത്തിക്കാൻ കഴിയുമോ, അങ്ങനെ പല സംശയങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ കേരളത്തിലെ അനുഭവങ്ങളെ നമ്മൾ വിലയിരുത്തുമോ? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരായി, മുനിസിപ്പൽ ചെയർമാൻമാരായി, ബ്ലോക്ക്
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായി ഒക്കെ എത്രയോ സ്ത്രീകൾ ആ രംഗത്ത് അവരുടെ വ്യക്തിത്വം അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് അഴിമതിയില്ലാതെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ അത് കണ്ടുപയോഗിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനൊക്കെ മുൻകൈയെടുക്കുന്നുണ്ട്. എന്താണ് അഭിനയിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നു VS തീരുമാനം, അല്ലെങ്കിൽ VS ഗവൺമെന്റ് നടപ്പിലാക്കിയ ആ ഒരു തീരുമാനം. എന്നാൽ ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത് ആ തദ്ദേശഭരണ സ്ഥാപനത്തിന്റെ പടികടന്ന് നിയമനിർമ്മാണ സഭകളായ പാർലമെന്റിലേക്കും നിയമസഭകളിലേക്കും ഈ അവകാശം സ്ഥാപിച്ചെടുക്കുന്നതിന് ആവശ്യമായ നിയമനിർമ്മാണം നടത്തുന്നതിന് ഇടതുപക്ഷം ഒഴികെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർബന്ധ ബുദ്ധിയുണ്ടെന്ന് കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതൊരു ദുര്യോഗം തന്നെയാണ് എന്ന് പറയാതിരിക്കാനും നമുക്ക് ദുര്യോഗമാണെന്ന് പറയേണ്ടി വരും. നമ്മൾ സംരക്ഷിക്കാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അതിനെ ആ വിധത്തിലുള്ള നയങ്ങൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തന്നെയാണ് സ്ത്രീകളെ ഭരണരംഗത്ത് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റ് പാർലമെന്റ് ബില്ല് അവതരിപ്പിച്ചു എന്ന് മനസ്സിലാതെ അത് പാസാക്കിയെടുക്കുവാൻ ഒരു ഇടപെടലും നടത്തുന്നില്ല. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇക്കാര്യത്തിൽ BJPയുടെ കള്ളക്കളിയും നാം തിരിച്ചറിയേണ്ടതുണ്ട്. അവർ പറയുന്നത് മുലായം സിംഗ് യാദവ് അല്ലെങ്കിൽ ലാലു പ്രസാദ് യാദവ് അങ്ങനെയുള്ള പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളാണ് ഇത് പാസാക്കാതിരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരെ ഒന്ന് കൺവിൻസ് ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ അവരെ കൊണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവർ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നത് അത് ആ സംശയങ്ങൾക്ക് ദൂരീകരണം വരുത്തി ഈ ബില്ല് പാസാക്കാം എന്ന് പറയുന്നത്. ഇത് പണ്ട് നമുക്കറിയാം ഓരോ കാര്യങ്ങൾക്കും അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ് അല്ലെങ്കിൽ പിന്നീടുള്ള NDA ഗവൺമെന്റ് BJP നയിക്കുന്ന NDA ഗവൺമെന്റ് അവരൊക്കെ പറഞ്ഞ ആളെ പറ്റിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന വാദമുഖങ്ങൾ മാത്രമാണ് നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് യാതൊരു സംശയമില്ല. അപ്പൊ ആ വിധത്തില് ഈ ബില്ല് പാസ്സാക്കാതിരിക്കാനുള്ള കളികളാണ് നിങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങള് 1.5 വർഷം മുമ്പ് നമ്മുടെ കേരളത്തില് CPM നേതൃത്വത്തിൽ ഞങ്ങളൊരു സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു. സംസ്ഥാന വ്യാപകമായി നടത്തിയൊരു സമരം. ഞങ്ങള് എറണാകുളത്ത് BSNL ഓഫീസിന്റെ മുമ്പില് ഏതാണ്ട് 5000-ഓളം സമര വളണ്ടിയർമാര് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ UPA ഗവൺമെന്റിന്റെ കോൺഗ്രസ് ഗവൺമെന്റ് ജനദ്രോഹ തൊഴിലാളിദ്രോഹ നടപടികൾക്കെതിരായി ഒരാഴ്ച പ്രഖ്യാപിച്ച സമരത്തിന്റെ ഉദ്ഘാടന ദിവസം അന്നത്തെ മഹിളാ കോൺഗ്രസിന്റെ നേതാവ് ഷാനിമോൾ ഉസ്മാന്റെ നേതൃത്വത്തിൽ ഒരു 10-12 സ്ത്രീകൾ ഈ 5000 സമരന്മാരുടെ നടുവിൽ കൂടി സോണിയാഗാന്ധിക്ക് ജയ് വിളിച്ചുകൊണ്ടുവരുന്നു. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അന്ന് ആ കാണിച്ച ഒരു തെറ്റായ സമീപനത്തെ അംഗീകരിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുമായിരുന്നു. പക്ഷെ CPM എന്നുള്ളത് കൊണ്ട് ആ ജാല കടന്നു പോകാനും ആ സ്ത്രീകൾക്ക് പോകാൻ സൗകര്യം ഉണ്ടാക്കിക്കൊണ്ട് നമ്മളെ കണ്ടപ്പോൾ ആവേശം മൊത്തം അവര് സോണിയാഗാന്ധി ജയിലിൽ ഒച്ച കൂടി പറഞ്ഞാൽ 33% സംവരണം ഇന്ത്യൻ പാർലമെന്റിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ മുൻകൈയെടുത്ത സോണിയാഗാന്ധിക്ക് അഭിവാദ്യങ്ങൾ. പക്ഷെ ഇപ്പൊ എന്തായി? ഇപ്പോ ഷാനിമോൾ ഉസ്മാൻ അഖിലേന്ത്യാ കോൺഗ്രസിന്റെ മഹിളാ കോൺഗ്രസിന്റെ നേതാവായി. ആ ബില്ലൊന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയെടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വമോ അല്ലെങ്കിൽ ഇന്ന് AICCയുടെ പ്രസിഡന്റായി ഒരു സ്ത്രീ ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരെ കൊണ്ട് മുൻകൈയെടുപ്പിച്ചിട്ട് ആ ബില്ലൊന്ന് പാർലമെന്റിൽ പാസ്സാക്കിയെടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ മഹിളാ കോൺഗ്രസിന്റെ ആളുകൾക്കും കഴിയുന്നില്ല, കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നില്ല, BJPക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഒരു സത്യം മാത്രമാണ്. അപ്പോൾ ഈ അവസരത്തിൽ സോണിയാഗാന്ധി അല്ലെങ്കിൽ സോണിയാഗാന്ധി ഇതിന്റെ പേരിലും 33% സംവരണ ബിൽ എന്താണെങ്കിലും ഞങ്ങൾ പാസ്സാക്കും എന്തൊക്കെ പ്രഖ്യാപിക്കുന്നതല്ലാതെ അതിന്റെ ഒരു തീരുമാനം എന്നുള്ള നിലയ്ക്ക് പാർലമെന്റിൽ നിന്ന് അവതരിപ്പിക്കാനും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൂടി ഒരു സമവായം ഉണ്ടാക്കാനും ശ്രമിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒളിച്ചുകളിയാണ് നമുക്ക് പ്രതിഷേധാർഹമാണ്. ജനാധിപത്യ മഹിളാ സുരക്ഷ അടക്കമുള്ള ഇടതുപക്ഷ പുരോഗമന വനിതാ പ്രസ്ഥാനങ്ങൾ അവരുടെ നേതാക്കന്മാർ അതുപോലെ തന്നെ ആ പ്രസ്ഥാനങ്ങളാകെ പാർലമെന്റിന്റെ മുമ്പില് അതുപോലെ തന്നെ സംസ്ഥാനങ്ങളില് പുതിയ പാർലമെന്റിനകത്തും സംസ്ഥാനങ്ങളിലും ശക്തമായ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 33% സംവരണ ബില്ല് പാസ്സാക്കിയെടുത്തുകൊണ്ട് സ്ത്രീകളെ മുഖ്യധാര ഭരണരംഗത്തേക്ക് അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിലേക്ക് കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിയമനിർമ്മാണം നടത്തുന്ന സഭകളിൽ പുരുഷന്മാരെ ജനപ്രതിനിധികൾ എടുക്കുന്ന തീരുമാനം അവർക്ക് എത്രമാത്രം അനുകൂലമാകുമെന്ന് അനുഭവങ്ങളിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഉയർന്നു വന്നിട്ടുള്ള ശാരീരികവും അല്ലാത്തതുമായ പഠനാക്രമണങ്ങൾ തൊഴിലിടത്താവട്ടെ
അല്ലെങ്കിൽ യാത്രാവേളകളിലാവട്ടെ, അല്ലെങ്കിൽ കുടുംബത്തിലാവട്ടെ, ഇന്ന് നമ്മളെ എല്ലാം വിഷമിപ്പിക്കുന്ന തരത്തിൽ ഉള്ള നിരവധി തെറ്റായ അനുഭവങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാകുന്ന നിരവധി അനുഭവങ്ങളാണ് ഇന്ന് സ്ത്രീകൾക്ക് നേരെ, പെൺകുട്ടികൾക്ക് നേരെ, ചെറിയ കുട്ടികൾക്ക് നേരെ, പ്രായമായ സ്ത്രീകൾക്ക് നേരെ എല്ലാം ഉയർന്നു വരുന്നത്. ഇവിടെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കുറ്റം ചെയ്യുന്നവരെ കഠിനമായി ശിക്ഷിക്കുക എന്നുള്ളതാണ്. കഠിനമായി ശിക്ഷിക്കാനായിട്ട് ഇവിടെ നിയമങ്ങളില്ലാഞ്ഞിട്ടില്ല. നിയമങ്ങളുണ്ട് ഇഷ്ടം പോലെ. കുറ്റവാളികളെ ശിക്ഷിക്കാനുള്ള നിയമങ്ങളുണ്ട്, അവരെ ശിക്ഷിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ കുറ്റം ചെയ്യുന്നവരെ ശക്തമായി ശിക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ കൈക്കൊള്ളുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം. ഇപ്പൊ കേരളത്തിലടക്കം നമുക്കൊക്കെ അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ പുതിയ കണ്ടുപിടുത്തങ്ങളും അതുപോലെ തന്നെ പുതിയ സംവിധാനങ്ങളൊക്കെ തന്നെ നമ്മുടെ പെൺകുട്ടികളെ തെറ്റായ വഴിയിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് പോകുന്നത്. അത് നമ്മുടെ ഫോണുകളാണെങ്കിലും അതുപോലെ ഇന്നത്തെ പുതിയ കമ്പ്യൂട്ടർ സംവിധാനങ്ങളാണെങ്കിലും എല്ലാം തന്നെ ഇന്റർനെറ്റാണെങ്കിലും ഒക്കെ തന്നെ ഇന്ന് വളർന്നു വരുന്ന തലമുറയെ തെറ്റായ വഴിയിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുമ്പോൾ അവിടെ തെറ്റ് ചെയ്യുന്നവർ ആരാണ് എന്ന് നോക്കിക്കൊണ്ട്, അത് തെറ്റ് ചെയ്യുന്നവർ തങ്ങൾക്ക് ബന്ധപ്പെട്ടവരാണെങ്കിൽ അവരെ ഇതിൽ നിന്നെല്ലാം ഒഴിപ്പോകുന്നത് സംരക്ഷിക്കുക, അതിനുവേണ്ടി പോലീസിനെ ഉപയോഗിക്കുക, അതിനുവേണ്ടി ഭരണ സംവിധാനത്തെ ഉപയോഗിക്കുക എന്നുള്ള സ്ഥിതിവിശേഷം മാറി നമ്മുടെ സ്ത്രീകളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ അല്ലെങ്കിൽ സമൂഹത്തിലെ ദുർബല ജനവിഭാഗങ്ങളെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നവരെ കഠിനമായി ശിക്ഷിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് നമ്മൾ ഇത് ആവശ്യപ്പെടുന്നത്. നമ്മുടെ പ്രസ്ഥാനങ്ങൾ, മഹിളാ അസോസിയേഷൻ അടക്കം ആവശ്യപ്പെടുന്നത് നമ്മളുടെ രാജ്യത്ത് നിയമനിർമ്മാണങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, ആ നിയമനിർമ്മാണങ്ങൾ കുറ്റവാളികളെ ശിക്ഷിക്കാൻ പറ്റിയ വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം. അവിടെയാണ് ഞങ്ങൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുന്നത്, അവിടെ നമ്മൾ പറയുന്നത് ഈ സ്ത്രീകളെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്ന, നിയമനിർമ്മാണം നടത്തുന്ന വേദികളിൽ അവിടെ സ്ത്രീകളുടെ സാന്നിധ്യവും സ്ത്രീകളുടെ സ്ത്രീകളെല്ലാം കുറെ കൂടി വർദ്ധിച്ചു വന്നാൽ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന, നിയമങ്ങൾ തീരുമാനിക്കുന്ന വേദികളിൽ ശക്തമായ നിയമനിർമ്മാണം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു അഭിപ്രായം പറയാൻ സ്ത്രീകൾക്ക് കഴിയും. ഇന്നിപ്പോ അതിന് പകരം സ്ത്രീകൾക്ക് വേണ്ടി അഭിപ്രായം പറയുന്നത് ആരാ? പുരുഷന്മാരാണ് പറയുന്നത്. അത് എത്രമാത്രം നീതിപൂർവമാകുമെന്നുള്ള ആശങ്ക നമ്മളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമാകും എന്ന അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് അനുകൂലമാകുമെന്ന് വിശ്വസിക്കാൻ കഴിയാത്തതാണ് നമ്മുടെ അനുഭവങ്ങൾ. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സ്ത്രീകൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾക്കെതിരായി, അതുപോലെ തന്നെ ഇപ്പോ വടക്കേ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നമുക്ക് സ്വാഭിമാന വാർത്തകൾ എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയോ ഒരു പുരുഷനോ തമ്മിൽ ഇഷ്ടപ്പെട്ടു പോയാൽ അവർ വിവാഹം കഴിച്ചാൽ അത് അഭിമാനത്തിന്റെ പ്രശ്നമായി കണ്ടുകൊണ്ട് ശരിക്കും അവരെ കഠിനമായി അല്ലെങ്കിൽ അവരെ കൊല്ലാൻ ചെയ്യുന്ന സംഭവങ്ങൾ ഇപ്പൊ പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ സാധാരണ പോലീസ് തമ്മിലുള്ള അതിക്രമങ്ങൾ, ഇങ്ങനെ ഇന്ന് ഈ 21 ഇല്ല എന്ന് പറയുന്നത് നമുക്കൊക്കെ അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ നിയമം കൈയ്യിലെടുക്കുന്ന ഒരു വിഭാഗത്തിന്റെ കൈകളിലേക്ക് ഇതെല്ലാം പോകുന്നു എന്നുള്ളൊരു ആശങ്ക നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിയല്ല. ഇവിടെ കുറ്റവാളികളെ ശിക്ഷിക്കേണ്ടത് ആരാ? ഭരണ സംവിധാനങ്ങളാണ്. ആ ഭരണ സംവിധാനത്തിന് കീഴിലുള്ള പോലീസും അതുപോലുള്ള കോടതികളുമാണ്. പക്ഷെ അതിന് പകരം ഇന്ന് ജനങ്ങൾ തന്നെ നിയമം കയ്യിലെടുത്ത് ഈ വിധത്തിലുള്ള ശിക്ഷ നടപ്പാക്കി കഴിഞ്ഞാൽ നാളെ ഈ രാജ്യത്ത് എന്ത് ജനാധിപത്യമാണ്? അപ്പൊ ആ ജനാധിപത്യം എന്ന് പറയുന്നത്, ആ ജനാധിപത്യ സംവിധാന ക്രമത്തിൽ നമുക്ക് സ്ത്രീക്കും പുരുഷനും ഒരേപോലെയുള്ള ഒരു സ്ഥാനം കിട്ടുകയാണെങ്കിൽ ആ ജനാധിപത്യ സംവിധാനത്തിന്റെ ആ എല്ലാ നമുക്ക് ഈ രാജ്യത്തെ മനസ്സിലാക്കാൻ കഴിയും. അതിന് പറ്റിയ വിധത്തിലുള്ള ഭരണ സംവിധാനങ്ങൾക്ക് നമുക്ക് പോകാൻ കഴിയും. ഇന്നത് കഴിയാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിരവധി നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ വിധത്തിലുള്ള നിരവധി അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ കുറ്റവാളികളെ കണ്ടെത്തൽ, അവരെ ശിക്ഷിക്കാൻ അതിന് വേണ്ടുന്ന നിയമനിർമ്മാണം നടത്തുന്ന വേദികളിൽ അല്ലെങ്കിൽ സഭകളിൽ സ്ത്രീകൾക്ക് അനുകൂലമായ തീരുമാനമെടുക്കാനുള്ള ഇച്ഛാശക്തി ഒരിക്കലും പുരുഷാധിപത്യമുള്ള ഒരു ഭരണകേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകില്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ പോരാട്ടങ്ങൾക്ക് കൂടുതൽ ശക്തി പകരും. ആ പോരാട്ടങ്ങൾക്ക് ശക്തി പകരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമുക്ക്. അപ്പോ ആ പോരാട്ടങ്ങൾ കൂടുതൽ കരുത്തുകളാകാൻ യോജിക്കാവുന്ന പ്രസ്ഥാനങ്ങളുമായി യോജിച്ചുകൊണ്ടുള്ള പോരാട്ടമാണ് കാലഘട്ടം നമ്മളെ പോലുള്ള പ്രസ്ഥാനങ്ങളോട് ഇന്ന് ആവശ്യപ്പെടുന്നത്. ആ ഉത്തരവാദിത്തം മഹിളാ അസോസിയേഷൻ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ അതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് മഹിളാ അസോസിയേഷൻ
അതിന്റെ കേന്ദ്ര കമ്മിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി ആണെങ്കിലും ഇന്ന് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് അവലംബിച്ചു വരുന്ന തെറ്റായ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുന്നു. അത് 33% സംവരണത്തിൽ മാത്രം ഒതുക്കി നിർത്തുന്ന ഒരു സമീപനമല്ല ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കൈക്കൊള്ളുന്നത്. അവിടെ നമ്മൾ കാണുന്നത് 33% സംവരണം നടപ്പിലാക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്കും അതുപോലെ തന്നെ ഭരണ സംവിധാനങ്ങളിലേക്കും ഭരണ രംഗത്തേക്കും കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ ഇന്ന് സമൂഹത്തിൽ ദുർബല ജനവിഭാഗങ്ങൾക്കെതിരായി, അധസ്ഥിതർക്കെതിരായി, അടിച്ചമർത്തപ്പെട്ടവർക്കെതിരായി, സ്ത്രീകൾക്കെതിരായി ഉയർന്നു വരുന്ന ഈ വിധത്തിലുള്ള ഹരാസ്മെന്റുകൾ അല്ലെങ്കിൽ അതിക്രമങ്ങൾ അതും കൂടി ഇല്ലാതാക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്ന പോരാട്ടങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. ആ പോരാട്ടങ്ങൾ ഇന്ന് ഏറ്റെടുക്കുമ്പോൾ ആ പോരാട്ടങ്ങൾ പഴയ കാലത്ത് ഏറ്റെടുത്ത ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് വിമൽ ജനതയാണെങ്കിലും ശശിധര ഗോപാലനാണെങ്കിലും അതുപോലെ അഹല്യ വെങ്കടേശ്വറാണെങ്കിലും അതുപോലെ പഴയകാല നിരവധി നേതാക്കന്മാർ അവര് സമ്പന്ന കുടുംബത്തിൽ ജനിച്ചവരാണ്. അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. പക്ഷെ അവരെന്താ കണ്ടത്? അവരുടെ ജീവിതം ഈ സമൂഹത്തിലെ നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരുടെ സ്ത്രീകളെ അവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ, അത് പിന്നെ രാഷ്ട്രീയത്തിലാണെങ്കിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലാണെങ്കിലും അതുപോലെ നിരവധി പരിപാടികളിലേക്ക് നമ്മുടെ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ് വിമൽജിയെ പോലെ, ശശിധര ഗോപാലനെ പോലെ, അഹല്യ വെങ്കടേശ്വരനെ പോലുള്ള സ്ത്രീകളെ നമുക്ക് പറയാൻ കഴിയും. അങ്ങനെയുള്ള സ്ത്രീകൾ. അപ്പോ ഇന്ന് വിമൽ എന്ന് പറയുന്ന ഞങ്ങളുടെ വിമൽജി എന്ന് വിളിക്കുന്ന വിമൽ ജനതയുടെ ഈ 97 ജന്മദിനം ഞങ്ങളിപ്പോഴൊക്കെ കൂടി അത് അനുസ്മരണ ദിനമായി ഞങ്ങൾ ആചരിക്കുന്നത് ഞങ്ങളെല്ലാം തന്നെ കൈപിടിച്ച് ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ അവർ നടത്തിയ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് ആ സഹാവിനെ നമ്മളെ പഠിപ്പിച്ചു തന്ന പാഠങ്ങൾ, അനുഭവങ്ങൾ, സമ്പന്ന കുടുംബത്തിൽ ജനിച്ച് സമൂഹത്തിലെ സാധാരണക്കാർക്ക് അവരുടെ ജീവിതം ഒഴിഞ്ഞുവെച്ച ആ അനുഭവങ്ങൾ നമുക്ക് പ്രചോദനമാകുന്ന കാര്യത്തിൽ അതുകൊണ്ട് അവരുടെ 97ാമത് ജന്മദിനം നമ്മളെപ്പോലുള്ള സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് എന്നും ആവശ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം സ്ത്രീകളെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്കും മുഖ്യ സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്കും അവരുടെ അവകാശം നേടിയെടുക്കാനുള്ള പോരാട്ടത്തിലേക്കും അവർക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭങ്ങളിലും പോരാട്ടങ്ങളിലും സമൂഹത്തിലുള്ള കൂടുതൽ സ്ത്രീകളെ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം മഹാസെഷൻ ഏറ്റെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ മറ്റു മേഖലയിലുള്ള മുഴുവൻ ഉത്തരവാദിത്തപ്പെട്ട തൊഴിലാളി പ്രസ്ഥാനങ്ങളിലെ, രാഷ്ട്രീയ പാർട്ടികളിലെ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലെ, CPM അടക്കമുള്ള പ്രസ്ഥാനങ്ങളെല്ലാം പിന്തുണ നടക്കുന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ ജന്മദിനത്തിൽ 97ാമത് വിമൽജിയുടെ ജന്മദിനത്തിൽ ഞങ്ങൾക്ക് സമൂഹത്തോട് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരുടെ പ്രസ്ഥാനത്തിൽ അനിയമത്തിലോട് പറയാനുള്ളത്, പ്രിയമുള്ളവരെ, നമുക്ക് ഒന്നിച്ചു നിന്ന് പോരാടാം. ആ പോരാട്ടം എന്ന് പറയുന്നത് ഈ പിറന്നു വീണ മണ്ണിൽ മനുഷ്യനായി ബന്ധത്തോടുകൂടി അഭിമാനത്തോടുകൂടി സ്ത്രീക്കും ഉദ്യോഗാർക്ക് ജീവിക്കാനുള്ള അവകാശം, ആ അവകാശം നിലനിർത്താനുള്ള പോരാട്ടം നമുക്ക് ഏറ്റെടുക്കാം. ആ പോരാട്ടം കൂടുതൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി വിമൽജിയുടെ ഓർമ്മകൾ നമ്മളെ നയിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം. ഹലോ സഖാവേ, ഞാൻ പറയുന്നത് കേൾക്കാമോ സഖാവേ? സഖാവ്, ഇന്ന് നമ്മുടെ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് എസ് വരദരാജൻ നമ്മെ വിട്ട് പിരിഞ്ഞു പോയൊരു ദിവസം കൂടിയാണ്. സഖാവിന് വേണ്ടി ഞങ്ങളിവിടെ അനുശോചനവും സഖാവിന്റെ പേരിലും അനുശോചനം ഇവിടെ രേഖപ്പെടുത്താം. അതിനുവേണ്ടി സഖാവ് മൈക്കിലൊന്നും കൂടെ വരണം. സഖാവ് CC അംഗമായിരുന്നു, നമ്മുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ. ഇന്ന് സഖാവ് നമ്മെ എല്ലാവരെയും വിട്ടു പിരിഞ്ഞു. പറഞ്ഞോളൂ സഖാവേ. നമ്മളെ വൈകിട്ട് മാധ്യമങ്ങളിലൂടെ നമ്മുടെ പ്രിയങ്കരനായ വരദരാജൻ മഹാരാഷ്ട്രയിൽ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് വേണ്ടി, കൃഷിക്കാർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, തൊഴിലില്ലാത്തവർക്ക് വേണ്ടി ഒക്കെ പ്രവർത്തന രംഗത്ത് നിന്നുകൊണ്ട് ഏറ്റവും അവസാനം നടന്ന കോൺഗ്രസിൽ അതിന്റെ അസാന്നിധ്യം കൊണ്ടാണെങ്കിൽ പോലും വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി വിഹോര ബാധിച്ച വരദരാജൻ നമ്മളെ വിട്ടുപിരിഞ്ഞു എന്നുള്ള ഒരു വാർത്ത ഇപ്പോ നമ്മുടെ മാധ്യമങ്ങൾ നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ നമുക്കറിയാം എക്കാലത്തും
അവിടെയുള്ള ജീവിതം എന്ന് പറയുന്നത്, സാധാരണക്കാരന്റെ ജീവിതം എന്ന് പറയുന്നത് നമുക്കൊക്കെ അംഗീകരിക്കാൻ കഴിയുന്നതിൽ, വിശ്വസിക്കാൻ കഴിയുന്നത് അപ്പുറത്തേക്കായിരുന്നു. അവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വേരോട്ടമുണ്ടായത് വടകരനെ പോലുള്ള ആയിരക്കണക്കിന് ധീരരായ നേതാക്കന്മാരുടെ പ്രവർത്തന ഫലമായിട്ടാണ്. പിന്നെ തമിഴ്നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം CPI അജീയ ശക്തിയായി വളർന്നത് വടകരനെ പോലുള്ള നേതാക്കന്മാരുടെ പരിശ്രമ ഫലമായിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പോ ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശക്തിപ്പെടുത്താൻ തമിഴ്നാട്ടിന്റെ ഉന്നതിയിൽ പ്രവർത്തിച്ച നമ്മുടെ പ്രിയങ്കരനായ സഹോദരന്റെ ആകസ്മികമായ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ആ സഹാബി ഗവൺമെന്റ് ഒരുപിടി ചോദ്യപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഹലോ സഖാവെ, ഈ സഖാവിന് അഭിവാദ്യം പറയാനായിട്ട് നമ്മുടെ ഒന്ന് രണ്ട് സഖാക്കൾ ഇവിടെ വേദിയിലെത്തിയിട്ടുണ്ട്. സഖാവിന് എനിക്ക് ഞാൻ ഒരു സ്റ്റേജിലൊന്നും സംസാരിക്കുന്ന ഒരു ഫോമിലേക്ക് വന്നില്ല, അതിനൊരു പ്രശ്നമുണ്ട്. അതുണ്ടാവും സഖാവെ, കാരണം നമ്മളത് ഓഡിയൻസിനെ കാണാതുള്ള പ്രസംഗമാണല്ലോ. ഒരു ഓഡിയൻസിനെ കണ്ടാൽ സംസാരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒപ്പം ഉള്ള അനുഭവങ്ങൾക്ക് എടുത്ത് പറയാം. ശൂന്യതയിൽ നിന്നാണ് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും. സഖാവിന് അഭിവാദ്യം പറയുന്ന സഖാവ് നൌഷാദ് ജലാൽ മൈക്കിൽ വരുന്നത്. സഖാവ് നൌഷാദ് ജലാൽ മൈക്കിൽ വരണം. അതല്ലേ? ഓക്കെ. നൌഷാദേ, ഞാനൊരു ടീച്ചറായിരുന്നു കേട്ടോ. വളരെ സന്തോഷമുണ്ട്. സംഘങ്ങള് ഞങ്ങളുടെ റൂമില് ഈ വേളയിലും എത്തുമ്പോൾ നാട്ടിലെ കുടുംബ ഭാരാപ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അതിന്റെ വിജയത്തെ മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന നിങ്ങളെപ്പോലുള്ള സഖാക്കൾ എന്നും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അഭിമാനം തന്നെയാണ്. സഖാവ്, എന്റെ പേര് നൌഷാദ് ജലാൽ. ഞാൻ കൊല്ലം ജില്ലയിൽ കൊണ്ടുവരുന്ന സ്ഥലത്താണ്. നാട്ടിൽ ഇപ്പൊ സൗദി അറേബ്യയിലെ റിയാദിൽ വർക്ക് ചെയ്യുന്നു. സഖാവിന് 100 വിപ്ലവ അഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ് ഈ അവസരത്തിൽ. മറ്റ് സഖാക്കൾ മൈക്കെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഹലോ സഖാവേ, സഖാവ് നമ്മുടെ സഖാക്കൾ അഭിവാദ്യം പറയുമ്പോൾ സഖാവ് പറയുന്ന അവർ കേൾക്കില്ല. അപ്പൊ സഖാവ് ലാസ്റ്റ് മറുപടി പറഞ്ഞാൽ മതി. ഓക്കെ സഖാവേ? ഓക്കെ. അടുത്തതായി സഖാവ് ഇക്ലാൽ വേദിയിലേക്ക് വരണം. സഖാവ് ഇക്ലാൽ മൈക്കിൽ വരണം. ഹലോ, സലാം സഖാവേ. സഖാവിന്റെ പ്രസംഗം എത്ര നേരം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ നല്ല പ്രസംഗം, പ്രത്യേകിച്ച് നാട്ടിന്ന്. ഇപ്പോ സഖാവ് പറയുണ്ടായി, നേരിട്ട് കാണാതെ പ്രസംഗിക്കുമ്പോഴുണ്ടാവുന്ന ഒരു അവ്യക്തത. ചിലപ്പോൾ എന്നാണല്ലോ എപ്പോഴും നിങ്ങളൊക്കെ വേദിക്ക് മുമ്പിൽ മാത്രം നിന്ന് പ്രസംഗിച്ചു, ഇത് ചിലപ്പോൾ ഒരു ആദ്യ അനുഭവമായിരിക്കും എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞങ്ങൾക്കിത് വളരെ ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാല് ഇവിടെ ഈ പ്രവാസ ജീവിതം നയിക്കുന്നതിനിടയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു പ്രഭാഷണം കേൾക്കുമ്പോൾ പ്രവാസികളായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. പലപ്പോഴും നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ജോലി അല്ലെങ്കിൽ സ്വന്തം റൂം, വീണ്ടും ജോലിക്ക് പോവുക, വീണ് കിട്ടുന്ന വാർത്തകളും കാര്യങ്ങളൊക്കെ വായിച്ച് സായുജ്യമടയുക, അതിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന പ്രവാസി സമൂഹത്തിന് ഇപ്പോ നെറ്റ്വർക്കിംഗ് മേഖലയിൽ ഇതേപോലുള്ള കൂട്ടായ്മകൾ, പ്രത്യേകിച്ച് പവർ ഓഫ് യൂത്തിനെ പോലുള്ള ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ ഒരുവിധം CPM-ന്റെ ഒരുവിധം നേതാക്കളൊക്കെ തന്നെ ഇപ്പോ സഖാവിലെത്തി നിൽക്കുമ്പോൾ ഒരു നീണ്ട നിര തന്നെയുണ്ട്. അതിനിപ്പോ രാഷ്ട്രീയ പ്രവർത്തകരെന്നോ നമ്മുടെ സംഘടനയോട് ആഭിമുഖ്യം പുലർത്തുന്ന കലാകാരന്മാരും സാഹിത്യകാരന്മാരും നിരൂപകരും എന്ന് വേണ്ട സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിൽ നിന്നുള്ള നമ്മുടെ പ്രസ്ഥാനമായിട്ട് ഇടപെടുന്ന ആൾക്കാരൊക്കെ തന്നെ ഈ പവർ ഓഫ് യൂത്തിൽ
ഞങ്ങളോട് സംസാരിക്കാൻ എത്തിയിട്ടുണ്ട്. ഇപ്പോ സഖാവ് സംസാരിക്കുമ്പോൾ സഖാവിനെ ഞങ്ങളെ നേരിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ കൂടെ സഖാവിനെ ശബ്ദം കൊണ്ട് ഞങ്ങൾ കാണുന്നുണ്ട്. സഖാവിന് ഒരുപാട് പേര് ഇവിടെ അഭിവാദ്യങ്ങളും മറ്റും ഒക്കെ തന്നെ ടൈപ്പ് ചെയ്ത് വിടുന്നുണ്ട്. സഖാവിന് കാണാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു അവസരത്തിൽ സഖാവിനത് കാണാൻ പറ്റുമായിരിക്കും. നിങ്ങളുടെ ഈ ഒരു സ്പന്ദനം എല്ലാ ദിവസവും ഈ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ സഖാവിന്റെ പ്രസംഗം പിന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിലുള്ള അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ തലങ്ങളിലും കൊടുത്തിരുന്നു. അതുകൊണ്ട് കുറെ സഖാക്കളൊക്കെ ഇന്ന് ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് സഖാവിന്റെ പ്രസംഗം കേൾക്കാൻ. അപ്പോൾ നാട്ടിലൊരുപാട് സമയമായി എന്നുള്ളത് എനിക്കറിയാം. എന്റെ പേര് ഇക്ലാല്. ഞാൻ ദോഹ ഖത്തർ നിന്നാണ് സംസാരിക്കുന്നത്. കോഴിക്കോട് സ്വദേശിയാണ്. ഇനിയും സഖാവിന് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടിയിട്ടും നന്ദി പ്രസംഗം നടത്താൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സഖാക്കൾ ഇവിടെ കൂടിയിരിക്കുന്നുണ്ട്. അപ്പോ ഞാൻ അവരുടെ സമയം കവർന്നെടുക്കുന്നില്ല. ഇനിയും ഞങ്ങളുടെ കൂട്ടായ്മയെക്കുറിച്ച് സഖാവിനോട് കൂടുതൽ പറയണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു വേദിയെ മുന്നിൽ കാണാതെ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് സഖാവ് പറഞ്ഞപ്പോൾ അങ്ങനെയാണ്. ചിലപ്പോ ഞങ്ങൾക്ക് തോന്നുന്നത് എന്താന്ന് പറഞ്ഞാല് ഒരു പാർട്ടി ക്ലാസ്സിലിരിക്കുകയോ അല്ലെങ്കിൽ ഒരു പൊതുയോഗത്തിന് മുമ്പിലിരുന്നിട്ട് കേൾക്കുകയോ ചെയ്യുന്ന ഒരു പ്രതീതിയാണ് ഞങ്ങൾക്കുണ്ടാകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രവാസ ജീവിതത്തിൽ ഞങ്ങൾക്ക് വീണ് കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ് ശരിക്കും പറയണം. നാട്ടിൽ നിന്നൊരു സഖാവ് വന്നിട്ട് ലൈവായിട്ട് പ്രസംഗിക്കുകയും നാട്ടിലെ കാര്യങ്ങൾ ഞങ്ങളോട് ആ ഒരു തദവസരത്തിൽ പറഞ്ഞു തരികയും ചെയ്യുന്ന ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രവാസികളായിട്ടുള്ള അല്ലെങ്കിൽ പ്രവാസ ജീവിതം നയിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് അതൊരു വലിയ കാര്യമാണ്. കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോ സഖാക്കളും തന്നെ നാട്ടിൽ വളരെയധികം പ്രവർത്തന പരിചയമുള്ളതും അല്ലെങ്കിൽ പാർട്ടി മെമ്പർമാരായിട്ടുള്ളതും അല്ലെങ്കിൽ ഒരുവിധം കമ്മിറ്റികളിലൊക്കെ പ്രവർത്തിച്ച ആൾക്കാരാണ്. ജീവിത സാഹചര്യം പ്രവാസികളാക്കി മാറ്റിയപ്പോൾ ആ ഒരു പ്രസ്ഥാനത്തോടുള്ള കൂറ് തകർന്നു പോവാതെ സ്വന്തം പ്രസ്ഥാനത്തോടുള്ള ആവേശം നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് പവർ ഓഫ് യൂത്ത് പോലുള്ള ഇത്തരത്തിലുള്ള ഒരു സഖാക്കളുടെ കൂട്ടായ്മ ഇപ്പൊ നമ്മൾ കേരളത്തിലുടനീളം കേരളത്തിലെ എല്ലാ ജില്ലകളിലും എന്താ പറയാ, ഏത് ജില്ലാ കമ്മിറ്റിയാണോ അതെ ലോക്കൽ കമ്മിറ്റിയാണോ അല്ലെങ്കിൽ ബ്രാഞ്ച് കമ്മിറ്റിയാണോ എന്ന് വേണ്ട തരംതിരിവില്ല. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും കണ്ടുമുട്ടുകയില്ലായിരുന്ന ഒരുപാട് സുഹൃത്തുക്കളും ഇപ്പോ ഗൾഫ് സെക്ടറിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തുടങ്ങിയില്ലെങ്കിലും ഇപ്പൊ എന്റെ തൊട്ടതായാലും ഇരിക്കുന്ന സഖാവിന് അഭിവാദ്യം പറയാനിരിക്കുന്ന കുഞ്ഞു ആള് കാനഡയെന്നോ യു കെ എന്നോ മറ്റോ വരുന്നത്. അതുപോലെ തന്നെ എല്ലാ യൂറോപ്യൻ രാഷ്ട്രങ്ങളിലുള്ള സഹാക്കളും എല്ലാവരും തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ പ്രസ്ഥാനത്തോടുള്ള സ്നേഹവും കൂറും ഇന്നും ഈ ഒരു സഖാക്കളിൽ അല്ലെങ്കിൽ പ്രവാസികളായിരിക്കുമ്പോഴും അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തെയും കാര്യങ്ങളൊക്കെ വിട്ടിവിടെ നിൽക്കുമ്പോഴും ഈ ഒരു കൃത്യസമയത്ത് ചിലപ്പോൾ ഒരു കൃത്യസമയത്ത് നാട്ടിലോട്ട് വിളിച്ചില്ല എന്ന് വരും. പക്ഷേ ഈ ഒരു ചർച്ചാവേദിക്ക് മുമ്പിൽ കൃത്യസമയത്ത് എല്ലാ സഖാക്കളും എത്തിച്ചേരുന്നു എന്നുള്ളത് പ്രസ്ഥാനത്തെ ഇന്നും എത്രത്തോളം സ്നേഹിക്കുന്നു പ്രവാസികൾ അല്ലെങ്കിൽ പ്രവാസി സമൂഹം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പവർ ഓഫ് യൂത്തിന്റെ വിജയം. ചിലപ്പോൾ 4-5 പേരിലൊക്കെ തുടങ്ങിയ ഈ ഒരു പവർ ഓഫ് യൂത്ത് എന്ന് പറഞ്ഞ ഈ ഒരു നെറ്റ്വർക്ക് കൂട്ടായ്മ ഇന്ന് 100-ലും 150 പേരിലും ഇവിടെ വന്ന് ഓരോ സഖാക്കളുടെയും പ്രസംഗം വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷം പകരുന്നുണ്ട്. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സഖാവെ. ഞാൻ എന്റെ സഖാവിന് 100 വിപ്ലവ അഭിവാദ്യങ്ങൾ നേരുന്നു. ഇനിയും ഞങ്ങളെ പവർ ഓഫ് യൂത്ത് പോലുള്ള പവർ ഓഫ് യൂത്ത് എന്ന ഈ കൂട്ടായ്മയുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഇനിയും എത്തണം. അതുപോലെ തന്നെ സഖാവിന്റെ പരിചയത്തിലുള്ള സഖാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടെ പവർ ഓഫ് യൂത്തായിട്ട് ബന്ധപ്പെടുത്താൻ സഖാവിനോട് അഭ്യർത്ഥിക്കുകയാണ്. ഒരു എളിമയോടെയുള്ള അപേക്ഷയാണ് സഖാവ് സ്വീകരിക്കുന്നത്. ലാൽ സലാം സഖാവെ, അഭിവാദ്യങ്ങൾ. ഹലോ ടീച്ചർ കേൾക്കുന്നില്ലേ? അടുത്തതായി ഓക്കെ സഖാവ്. അപ്പൊ അടുത്തത് സഖാവ് കുഞ്ഞുമാണ്. കുഞ്ഞു ലണ്ടനിൽ നിന്നാണ്. സഖാവ് കുഞ്ഞു മൈക്കിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ലാൽ സഖാവെ, ഈ വൈകിയ വേളയിലും ഈ നെറ്റ്സോണിൽ വന്ന് സംസാരിച്ച സഖാവിന് 1000 അഭിവാദ്യങ്ങൾ. എന്തായാലും വനിതാ സഖാക്കളാണ് വരുന്നതെന്ന് അറിഞ്ഞാല് ഒരുപാട് ആൾക്കാർ നമ്മളെ വീട്ടിലെ ഏട്ടന്മാരും അനിയന്മാരും എല്ലാവരും അവരുടെ ഫാമിലിയൊക്കെ വന്ന് കേൾക്കാൻ വരാറുണ്ട്. അതറിഞ്ഞില്ല, അതുകൊണ്ട് കേൾക്കാൻ പറ്റിയില്ല. എന്തായാലും സഖാവിന്റെ പ്രസംഗം ശ്രവിച്ചു. ഇനിയും ഞങ്ങളുടെ റൂമിൽ വന്ന് സംസാരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ലാൽ സലാം സഖാവെ. എന്റെ പേര് കുഞ്ഞു, നാട്ടിൽ പട്ടാമ്പി, ഇപ്പൊ ലണ്ടനിൽ നിന്ന് സംസാരിക്കും. ലാൽ സലാം സഖാവെ. ഹലോ, അടുത്തതായിട്ട് കാരണം സമയം വളരെ വൈകിയെന്ന് ഞങ്ങൾക്കറിയാം. നാട്ടില് ഏതാണ്ട് 11 മണിയായല്ലോ. അപ്പൊ സഖാവിന്
അവസാനമായി നന്ദി പറയാൻ സഖാവ് ജിജിനെയാണ് വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. സഖാവ് ജിജിൻ വേദിയിലേക്ക് വരണം. സഖാവിന് നന്ദി പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ലാൽസലാം സഹകളെ ഞാൻ പറയുന്നത് കേൾക്കാമോ? ഇടതുപക്ഷ അനുഭാവികളുടെ ഓൺലൈൻ കൂട്ടായ്മയായ പവർ ഓഫ് യൂത്തിന്റെ ഈ വേദി സംസാരിച്ച ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ സോണി കോമത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം പവർ ഓഫ് യൂത്ത് സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചെല്ലാം ചെറുതായി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സഖാവെ, ഗൾഫ് മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഓൺലൈൻ സംഘടനയാണെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നാട്ടിൽ സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലെല്ലാം ഞങ്ങളുടേതായ രീതിയിൽ ഭാഗവാക്കുവാൻ പവർ ഓഫ് യൂത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതും അഭിമാനപൂർവ്വം സൂചിപ്പിച്ചുകൊള്ളട്ടെ. പിറവം ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് LDFന്റെ പ്രചരണത്തിനായി ഒരു വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുവാനും പാർട്ടി കോൺഗ്രസിന്റെ പൊതുസമ്മേളന വേദിയിൽ അവിടെ എത്തിയ പ്രവർത്തകർക്ക് കുടിവെള്ള വിതരണം നടത്തുവാനും മറ്റും എന്ന രീതിയിലെല്ലാം പ്രവർത്തിക്കുവാനും പവർ ഓഫ് യൂത്തിന് സാധിച്ചു എന്നതുകൂടി സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ പാർട്ടി കോൺഗ്രസിൽ സ്ത്രീകൾക്ക് എതിരെയുള്ള പീഡനങ്ങൾക്ക് എതിരെ ഒരു പ്രമേയം പാസാക്കി എന്ന് അറിയാൻ സാധിച്ചു. അതിനെക്കുറിച്ചും സഖാവ് ഒന്ന് സൂചിപ്പിച്ചാൽ കൊള്ളാമായിരുന്നു. ലാൽസലാം സഖാവ്. ഹലോ സഖാവ് ജിജൻ പറഞ്ഞൊരു സംശയം സഖാവ് കേട്ട് കാണും. നമ്മുടെ പാർട്ടി കോൺഗ്രസില് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ഒരു പ്രമേയം പാസാക്കി എന്ന് പറയുന്നു. അതിനെപ്പറ്റിയും അതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് നൽകാനുള്ള സന്ദേശവും നിർദ്ദേശവും കൂടി അതോടൊപ്പം തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മൈക്കിൾ സഖാവ് പറഞ്ഞോളൂ. അതെനിക്ക് വളരെ അഭിമാനത്തോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ പരിപാടിയിലാണ് ഈ സംഘടനയെ നോക്കിക്കാണുന്നത്. നമ്മള് കേരളത്തിലൊരു കൊച്ചു ഗ്രാമപ്രദേശത്തിരുന്നുകൊണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ മലയാളികളുടെ, നമ്മുടെ സഹാക്കളുടെ, നമ്മുടെ സഹോദരങ്ങളുടെ ജീവിതത്തെ പലപ്പോഴും വളരെ വിഷമത്തോടു കൂടിയാണ് ഞങ്ങൾക്ക് വെച്ചാൽ നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരുടെ ജീവിതം എന്നുള്ള ആശങ്ക, ഒരു നിലയ്ക്കോ ഒരു സഹോദരൻ നിലയ്ക്കോ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പലപ്പോഴും നിരവധി സംഭവങ്ങൾ ഇങ്ങനെ വായിക്കാനും കേൾക്കാനും കഴിയുമ്പോൾ ഉള്ള ആശങ്ക ഉണ്ടാവാറുണ്ട്. എന്നാലും നാട്ടിൽ നിന്ന് പോയിട്ടും നിങ്ങളുടെ മനസ്സിലെല്ലാം കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആ ഒരു സ്പിരിറ്റ്, അത് നിങ്ങൾ കെടാതെ സൂക്ഷിക്കുന്നു എന്നുള്ളത് ഈ നാട്ടിൽ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ എന്നുള്ളതിലേക്ക് എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. ഞാൻ വളരെ വെരി പ്രൗഡ് ഓഫ് യു. നിങ്ങൾ എല്ലാവരും സംബന്ധിച്ച് എനിക്ക് ഓരോരുത്തരുടെ സംസാരം കേട്ടപ്പോഴേ എങ്ങനെ തോന്നുന്നത്, എനിക്കിതൊരു ആദ്യത്തെ ഒരു അനുഭവമാണ്. സ്റ്റേജുകളിൽ നിന്ന് ഇഷ്ടംപോലെ പ്രസംഗങ്ങൾ കഴിഞ്ഞ് സംസാരിക്കാറുണ്ടെങ്കിൽ എങ്ങനെ പ്രസംഗം ഇങ്ങനെ ഫോണിൽ കൂടി കേൾപ്പിക്കുക എന്നുള്ളൊരു ആശങ്ക എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ സഹക്കളൊക്കെ അത് അവതരിപ്പിച്ചപ്പോ എന്നുള്ള ആശങ്ക മാറി നന്നായി പെർഫോം ചെയ്യാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇങ്ങനെ ആദ്യത്തെ സംരംഭത്തിന് എനിക്ക് അവസരം തന്ന എന്റെ പ്രിയപ്പെട്ട എല്ലാ സഹായത്തോടും ഞാൻ നന്ദി പറയുന്നത്. സൗദിയിലാണെങ്കിലും മറ്റൊരു സഹായത്തോട് സംസാരിക്കുന്നത് കേൾക്കുന്നത് കഴിഞ്ഞാലുള്ള ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആ ഒരു കാഴ്ചപ്പാട്, ആ ഒരു പ്രവർത്തനം, അതിന്റെ ഒരു എല്ലാ വശങ്ങളും അത് എവിടെ നിന്നാലും നമ്മുടെ സഹായത്തൊക്കെ ഉണ്ടാവുമെന്നുള്ളതാണ് നിങ്ങളുടെ കൂട്ടായ്മ തെളിയിക്കുന്നത്. അതിന്റെ നിങ്ങളെല്ലാവരെയും ഞാൻ അഭിമാനത്തോടുകൂടി അഭിവാദ്യം ചെയ്യുന്നു. ഇതിന്റെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇവിടെ സാർ പറഞ്ഞ നമ്മുടെ ഇടം പാർട്ടി കോൺഗ്രസ് സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന കടന്നാക്രമണങ്ങൾക്കെതിരായി അത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അവതരിപ്പിച്ച പ്രമേയം
ആ പ്രമേയം ഇന്ന് അതിന് ഏറ്റവും നല്ല ഒരു കരുത്തോടു കൂടിയാണ് ആ പ്രമേയം അവതരിപ്പിച്ചത്. ഞാൻ ഒരുപക്ഷെ എന്റെ സംസാരത്തിൽ ഇടയ്ക്ക് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലാകമാണ് പല വിധത്തിലും നമ്മുടെ സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിപ്പോ ശാരീരികമായി മാത്രം നമ്മളതിനെ കാണുന്നില്ല. ജോലി സ്ഥലങ്ങളിൽ മേലധികാരികളുടെ സഹപ്രവർത്തകരെല്ലാം ഭാഗത്തുനിന്നുള്ള ഹരാസ്മെന്റുകളുണ്ട്. അതുപോലെ തന്നെ പെൺകുട്ടികളെ ഇനിയിപ്പോ പല വിധത്തിലും ഉപദ്രവിക്കുന്ന സംഭവങ്ങൾ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഇതൊക്കെ ഇന്നത്തെ സമൂഹത്തിൽ വിദ്യാഭ്യാസ സാംസ്കാരികമായി ഉന്നത നിലവാരം പുലർത്തുന്ന നമ്മുടെ കേരളത്തിലടക്കം പെൺകുട്ടികൾക്ക് നേരെ കടന്നു ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്ന ഈ അതിക്രമങ്ങള് നമുക്ക് സഹിക്കാവുന്നതിലേക്കും അപ്പുറത്തേക്ക് ഉള്ള ഒരു അനുഭവമായിട്ടാണ് ഞങ്ങളൊക്കെ വിലയിരുത്തുന്നത്. എന്നുവെച്ചാൽ പഴയ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ കണ്ടിട്ടുള്ളത് നമ്മുടെ സ്ത്രീകൾക്ക് നേരെ കുറച്ച് പ്രായമായി കഴിയുമ്പോഴൊക്കെയുള്ള പിന്നെ ശാരീരികമായ അതിക്രമങ്ങളായിരുന്നെങ്കിൽ ഇന്നിപ്പോ സ്വന്തം കുടുംബത്തിനകത്ത് പോലും നമ്മുടെ സ്ത്രീ കുട്ടികൾ കുഞ്ഞുങ്ങള് സുരക്ഷിതരല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിഷമാവസ്ഥ ഇന്നുണ്ടാക്കിയിട്ടുള്ളത്. സ്വന്തം കുടുംബത്തിനകത്ത് പോലും നമ്മുടെ കുഞ്ഞുമക്കൾ സുരക്ഷിതരല്ല എന്ന് പറഞ്ഞാൽ ഒരച്ഛൻ അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് അല്ലെങ്കിൽ രക്ഷകർത്താക്കൾക്ക് എങ്ങനെയാണ് ഒരു മനസ്സിനെ ഒരു സംതൃപ്തി അല്ലെങ്കിൽ മാനസികമായി സ്ത്രീകള് വല്ലാതെ വിഷമിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇന്ന് നമ്മുടെ ഏതായാലും ഇരുത്തിയിരുന്നത് പോലെ ഇരുത്തിയിരിക്കുകയാണ്. എന്നുവെച്ചാൽ എന്റെ കുഞ്ഞ് പഠിക്കാൻ പോയ കുഞ്ഞ് ജോലിക്ക് പോയ മോള് പോലെ തിരിച്ചു വരുമോ എന്നുള്ള ലേവലായി. ഇതിന് ആധുനികമായ കണ്ടുപിടിച്ചാൽ നമ്മുടെ പെൺകുട്ടികളെയും പക്ഷെ ഞാൻ പറയുന്നത് പെൺകുട്ടികളെ മാത്രമല്ല ഇന്ന് നമ്മുടെ വളർന്നു വരുന്ന ചെറുപ്പക്കാരെ ആൺകുട്ടികളെ പോലും അനുകൂലിപ്പിക്കുന്ന ശക്തികളാണ് നമുക്ക് ചുറ്റുപാടുള്ളത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മാതൃഭൂമിയിൽ ഒരു ലേഖനം ഉണ്ടായി. നമ്മൾ ആൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ കോളേജുകൾ കേന്ദ്രീകരിച്ച് മദ്യമാഫിയ സംഘത്തിന്റെ കൊട്ടേഷ സംഘത്തിന്റെ ഏജന്റുമാരെ പണങ്ങിയിരിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അതിലേക്ക് കുടുങ്ങുന്ന ഓരോ കുട്ടികളെയും അവരുടെ ഉപയോഗിച്ച് അവരുടെ കൂട്ടുകാരെ അവരുടെ സ്വന്തക്കാരെ ഈ കെണിയിൽപ്പെടുത്തുന്ന ശക്തികൾ ഇന്ന് സമൂഹത്തിൽ പിന്നെ ശക്തിപ്പെട്ടു വരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് പെൺകുട്ടികൾക്ക് നേരെ മാത്രമല്ല ആൺകുട്ടികളെയും വഴിവെടുപ്പിക്കുന്ന ശക്തികൾ ഇന്ന് നമ്മുടെ കേരളത്തിലടക്കം ശക്തിപ്പെട്ടു വരുന്നു. എങ്ങനെയാ നമുക്കിതിന് പരിഹാരം കാണുക? ഒരു പ്രസ്ഥാനം മാത്രം വിചാരിച്ച പരിഹാരം കാണാവുന്ന വിധത്തിലുള്ള ഈ പ്രശ്നങ്ങളെല്ലാം പോകുന്നത്. അപ്പൊ അത് പെൺകുട്ടികൾക്ക് നേരെ സ്ത്രീകൾക്ക് നേരെ അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് നേരെ ഒക്കെ തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തിലെ നല്ല വശങ്ങളെല്ലാം മാറ്റി നിർത്തുകയും തെറ്റായ പ്രവണതകൾ ദുഷ്പ്രവണതകൾ സമൂഹത്തിൽ ശക്തിപാലിച്ച് ചെയ്യുന്നൊരവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വേവലാതിപ്പെടുന്നത് വേദനിക്കുന്നത് ഇതിനെതിരായി പകലോടുകൂടി പ്രതികരിക്കുന്നത് എന്നൊക്കെ നമ്മുടെ പ്രസ്ഥാനങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ നിന്ന് ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ കുടുംബം പോറ്റാൻ വേണ്ടി നിങ്ങൾക്കുള്ള ആയിരക്കണക്കിന് നല്ല മനുഷ്യരെ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ളത് ഈ സമൂഹത്തിൽ നടക്കുന്ന തെറ്റായ പ്രവണതകൾക്ക് പരിഹരിക്കണമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ വെച്ചാൽ അത് എവിടെയാണെങ്കിലും നമ്മുടെ സ്ത്രീകൾക്ക് നേരെയാണെങ്കിലും പിന്നെ പെൺകുട്ടികൾക്ക് നേരെയാണെങ്കിലും ഒക്കെ ഉയർന്നു വരുന്ന ഈ കടന്നാക്രമണങ്ങൾക്കെതിരായി ഈ പ്രസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രതികരിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഈ പ്രശ്നങ്ങൾ നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പോ കർണാടകത്തില് നമ്മുടെ അടുത്ത കാലത്ത് സംഭവങ്ങൾ ഒരു പെൺകുട്ടി മുസ്ലിം പെൺകുട്ടി ഒരാളോട് സംസാരിക്കുന്നവരെ ഉടനെ അവരെ ആക്രമിക്കാറാണ്. അല്ലെങ്കിൽ മറ്റു വിഭാഗത്തിൽപ്പെട്ട വെച്ചാൽ ഇന്ന് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുള്ള ഒരു സാമൂഹികമായ കാഴ്ചപ്പാടുകൾ മാറി ജാതിയുടെ മതത്തിന്റെ അല്ലെങ്കിൽ ആ വിധത്തിലുള്ള സാമുദായിക ശക്തികളുടെ ഒരു സ്വാധീനത്തിലേക്ക് ഇന്ന് വളർന്നു വരുന്ന തലമുറയടക്കം മാറുന്നു എന്നുള്ളത് നമ്മൾ വളരെ കൈകാര്യം ചെയ്യുന്ന പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നു. ഇപ്പൊ കോവിഡ് കഴിഞ്ഞ കാര്യം സന്ദർഭവശാലേ നമ്മുടെ അഭിവാദ സഹ പറഞ്ഞപ്പോ അല്ലെങ്കിൽ നന്ദി സഹ പറഞ്ഞപ്പോ ഞാൻ മനസ്സിലാക്കുകയും ലോകത്തൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത് എല്ലാ ജാതിമത ശക്തികളുടെയും ശക്തമായ ഇടപെടലുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് കേരളം എന്ന് പറയുന്ന പഴയകാലത്തെ വിവേകാനന്ദൻ രാധാലയം എന്ന് വിശേഷിപ്പിച്ച ആ കേരളത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ശക്തി കൊണ്ട് നവോത്ഥാനം എന്ന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ അതിൽ നിന്നൊക്കെ വിമോചിപ്പിച്ച് ഒരു നല്ല കേരളം ഉണ്ടാക്കിയെടുത്ത അഭിമാനത്തിൽ നിന്ന് ഇപ്പോൾ വീണ്ടും നമ്മുടെ സംസ്ഥാനം പല ജാതിമത ശക്തികളുടെ സ്വാധീനത്തിലേക്ക് പോകുന്നതിന്റെ ആശങ്കപ്പെടേണ്ട ഒരു അവസ്ഥയുണ്ട്. ആ വിധത്തിലേക്ക് നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ സ്കൂളുകളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും മറ്റെല്ലാ വിധത്തിലും ആ വിധത്തിലേക്ക് കൊണ്ടുപോകുന്ന ശക്തികൾ അവരെല്ലാം ഇങ്ങനെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത്. അപ്പൊ നാളെ വീണ്ടും നമ്മുടെ കേരളം എന്താകും എന്നുള്ള ഒരു ആശങ്കയിലാണ് നമ്മളെ പോലെ ഞങ്ങളെക്കുള്ള സംസ്ഥാനത്തിന്റെ ആളുകൾ. അപ്പൊ അതുകൊണ്ട്
നമ്മളിപ്പോ പറയുന്ന വെച്ചാൽ ശക്തമായ പ്രചരണങ്ങൾ കൊണ്ടല്ലാതെ അതിനൊക്കെ ആ പ്രചരണങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ വളർന്നുവരുന്ന തലമുറയെ അടക്കം ആ ശരിയായ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുപോയിട്ടല്ലാതെ ഇങ്ങനെ നമ്മുടെ ഈ സ്ത്രീകൾക്കിനെതിരാണെങ്കിൽ മറ്റെല്ലാ വീട്ടിലും വലിയ ഈ ദുഷ്ടശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടം നമുക്ക് ഇരുത്തിക്കൊണ്ടിരാൻ കഴിയുള്ളൂ. അപ്പൊ ആ വിധത്തില് ആ ഒരു യൂണിയൻ പാർട്ടി കോൺഗ്രസ് അവതരിപ്പിച്ച ആ പ്രമേയത്തിന്റെ ഉൾക്കാമ്പ് അല്ലെങ്കിൽ അതിന്റെയൊക്കെ കണ്ടില് ആ കണ്ടിന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനായിട്ട് മഹിളാ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് നമ്മൾ പോരാടുമ്പോൾ തന്നെ ഒരു മഹിളാ പ്രസ്ഥാനമോ ഒരു ഡിവൈഎഫ്ഐയോ ഒരു പൂക്കാസയോ അതിനോ മാത്രം ഏറ്റെടുത്താൽ പ്രക്ഷോഭം നടത്തിയാൽ പരിഹരിക്കാവുന്നതിന് അപ്പുറത്തേക്ക് ഇന്ന് ഏറ്റവും ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മളെല്ലാം ആശങ്കപ്പെടുന്ന സംഭവങ്ങൾ കേൾക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് പൊതുപ്രസ്ഥാനത്തിന്റെ അടക്കം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അടക്കം ശക്തമായ പിന്തുണയും ഒഴുക്കിയുള്ള പോരാട്ടവും ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊക്കെ തടയിടാനും ഇതിനൊക്കെ ഇല്ലാതാക്കാനും ഇതിനൊക്കെ ചെറുക്ക് തോൽപ്പിക്കാൻ കഴിയും. ആ ഒരു സന്ദേശമാണ് നമ്മളിപ്പോ ഏറ്റെടുക്കുന്നത്. ആ സന്ദേശത്തിൽ വിദേശത്തു നിന്നുകൊണ്ടാണെങ്കിൽ പോലും നിങ്ങളുടെ എല്ലാ നല്ല മനസ്സിലും നല്ല വാർത്തയും നിങ്ങളുടെ സഹായവും പൂർണ്ണമായ പിന്തുണ ഉണ്ടാകണം എന്നുള്ള ഒരു അഭിപ്രായം കൂടി നിങ്ങൾക്ക് വെച്ചുകൊണ്ട് എന്നെ ഇതിലേക്ക് വേണ്ടി ക്ഷണിച്ച് എനിക്ക് ഇതിനൊരു അവസരം തന്ന നല്ലവരായ എന്റെ കൊല്ലമുള്ള സഹാക്കൾക്ക് 1000 പൂച്ചെണ്ടുകളും 1000 നന്ദിയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിച്ചിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം, കൂട്ടിമുട്ടാം. ഓക്കെ. ഹലോ സഖാവേ, കേൾക്കാമല്ലോ? അപ്പൊ ഈ വൈകിയ വേള ഞങ്ങളുടെ കൂട്ടായ്മയിൽ വന്ന് ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ സഖാവിന് 1000 നന്ദിയുണ്ട്. ഞങ്ങളുടെ സഖാക്കൾ എല്ലാവരും പല സഖാക്കളും സഖാവിന് പ്രത്യേകം അഭിവാദ്യങ്ങൾ പറയാനും നന്ദി പറയാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ സഖാവിന് ഒരിക്കൽ കൂടി നന്ദി പറയാണ്. ഇനിയും ഞങ്ങളുടെ കൂട്ടായ്മയിൽ സഖാവിന്റെ സാന്നിധ്യം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ നമ്മുടെ സഖാക്കൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മറ്റ് സഖാക്കളെയും നമ്മുടെ കൂട്ടായ്മയിൽ കൊണ്ടുവരാനും ഇതിന്റെ പ്രവർത്തനം വിപുലപ്പെടുത്താനും സഖാവിന്റെ ഭാഗത്ത് ഒരു ചെറിയ സഹായവും കൂടെ ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഒരുപാട് നന്ദിയുണ്ട് സഖാവെ. അൽസലാം. ഓക്കെ മൈക്കിൾ സഖാവ്. ഓക്കെ, തീർച്ചയായിട്ടും സഖാവെ. ഓക്കെ നന്ദി. നമസ്കാരം. ഹലോ അൽസലാം സഖാക്കളെ.